ഷഫീദ് റാവുത്തറിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ഷഫീദാണ് ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് എത്തിച്ചത്. അതിന്റെ വിവരങ്ങൾ ഷഫീദ് നേരത്തെ പങ്കുവച്ചു. ഷഫീദ്, ഈ ദൃശ്യങ്ങൾ നിർണായകമാണ് എന്ന് ഷഫീദ് പറഞ്ഞു. കൊലപാതകം നടക്കുന്നതിന് ഏതാണ്ട് അരമണിക്കൂർ മുമ്പുള്ള ദൃശ്യങ്ങളാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്തിനപ്പുറത്തെത്തുമ്പോൾ അവിടെ അഫാൻ ബൈക്കുമായി ഫർസാനയെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് അനുമാനിക്കാൻ കഴിയുമോ? അഫാൻ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഫർസാന വരികയായിരുന്നു എന്ന അനുമാനത്തിൽ പ്രസക്തിയുണ്ടോ? ഗോപികൃഷ്ണൻ, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും ഈ കേസിന്റെ തുടരന്വേഷണത്തിൽ വലിയ പ്രസക്തിയുള്ള, വലിയ നിർണായകമായി മാറാനുള്ള സാധ്യതയാണ്. കാരണം ഇപ്പോഴും പോലീസിന് ഈ ടൈം ലൈൻ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞ പോലീസിന്റെ ഒരു പ്രാഥമിക ടൈം ലൈൻ ഉണ്ട്. 10 മണിക്കും 10:30ക്കും ഇടയിൽ മാതാവിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം, ശേഷം ഏതാണ്ട് 1 മണിയോടുകൂടി ഈ പിതാവിന്റെ മാതാവിനെ, അതായത് സൽമ ബീവിയെ കൊലപ്പെടുത്തുന്നു. 3 മണിക്കും 3:30ക്കും ഇടയിലുള്ള സമയം ലത്തീഫിനെയും ഷാജിദയെയും കൊലപ്പെടുത്തുന്നു. ശേഷം 4 മണിയോടുകൂടി വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് അഫാൻ മടങ്ങിയെത്തി എന്നുള്ളതാണ് പോലീസിന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ. ആ 4 മണിക്കും 5:30ക്കും ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു CCTV കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ട് 7:30 24 പുറത്തുവിട്ടിരുന്നു. അതിലാണ് ഈ അനുജനെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് മാറ്റുന്ന അഫാന്റെ നീക്കം പോലീസിന് വ്യക്തമായത്. അതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ദുരൂഹത പോലീസ് സംശയിച്ചത്. അതായത് 4 മണിക്കും 5:30ക്കും ഇടയിൽ എന്താണ് ആ പേരുമല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അഫാനുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നുള്ള കാര്യം പോലീസ് ഓരോ CCTVയും ശേഖരിച്ച് പരിശോധിക്കുകയാണ്. അതിൽ നിന്ന് പോലീസിന് ഇന്നലെ മനസ്സിലായ ഒരു കാര്യം, 4 മണിക്കും 4:30ക്കും ഇടയിൽ അഫാന്റെ സഹോദരൻ അഫ്സാൻ എന്ന് പറയപ്പെടുന്ന 8ാം ക്ലാസ്സുകാരൻ ആ വീടിന്റെ പേരുമലയിലെ ആ വീടിന്റെ പരിസരത്തുണ്ടായിരുന്നില്ല. കാരണം അയാൾ വെഞ്ഞാറമൂട്ടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുകയായിരുന്നു. അതിന് തൊട്ടു മുൻപ്, അതായത് ഈ CCTV ദൃശ്യത്തിലെ ടൈം കോഡ് പരിശോധിക്കുമ്പോൾ ഗോപികൃഷ്ണൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കൃത്യമായി പറഞ്ഞാൽ ആ സമയം എന്ന് പറയുന്നത് 3:31 എന്ന് പറയപ്പെടുന്ന സമയത്ത് മുക്കന്നൂരിലെ വീട്ടിൽ നിന്നും വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് നടന്നു വരുന്ന ഫർസാനയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 3:50 വെഞ്ഞാറമൂട് ടൗൺ ഭാഗത്തേക്ക് ഫർസാന എത്തിയിട്ടുണ്ടാകാം. ഗോപികൃഷ്ണൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഇതുവരെയും പോലീസിന് ശേഖരിക്കാൻ കഴിയാതിരുന്ന ഏതോ ഒരു സ്ഥലത്ത് വെച്ച്, CCTV ലഭിച്ചിട്ടില്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് വെച്ച് അഫാൻ ഫർസാനയെ ബൈക്കിൽ കൂട്ടുന്നു. ശേഷം പേരുമലയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ആ 4 മണിക്കും 4:30ക്കും ഇടയിലുള്ള സമയം ആ പേരുമലയിലെ അഫാന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അതായത് തുടിക്കുന്ന ജീവനുമായി മാതാവിനെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടതിനപ്പുറത്തേക്ക് മറ്റാരും ഉണ്ടായിരുന്നില്ല. സഹോദരൻ ആ സമയത്ത് അവിടെ ഇല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 4 മണിക്കും 4:30ക്കും ഇടയിലുള്ള സമയം ഫർസാനയെ പേരുമലയിലെ വീട്ടിൽ വെച്ച് അഫാൻ കൊലപ്പെടുത്തി എന്നുള്ള, അങ്ങനെയാണെങ്കിൽ വളരെ ആസൂത്രിതമായി നടപ്പാക്കിയ കൊലപാതകമായിരുന്നു അഫാന്റേത്. അഫാൻ വളരെ കൃത്യമായ ഒരു പ്ലാനിംഗ് അതിനകത്ത് നടത്തിയിരുന്നു എന്ന് സംശയിക്കാവുന്നതാണ് ഈ CCTV ദൃശ്യങ്ങൾ. ഈ CCTV ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് മുർക്കന്നൂരിലെ വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് നടക്കുന്ന ഫർസാനയാണ്. ഫർസാന ഈ ദൃശ്യങ്ങളിൽ നിന്ന് മായുമ്പോൾ തൊട്ട് അവിടെ ബൈക്കുമായി അഫാൻ കാത്തു നിൽക്കുന്നുണ്ടാകണം. അവിടെ നിന്ന് ഫർസാനയെ ബൈക്കിൽ കൊണ്ടുപോയ ശേഷമാണ് പിന്നീട് ഫർസാനയെ കൊലപ്പെടുത്തിയത് എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ, അനുമാനം എന്ന് നമുക്ക് പറയാൻ, അനുമാനിക്കാൻ കഴിയുന്നത് ഈ കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി സ്ഥിരീകരിക്കേണ്ടതാണ്. ആ കാര്യങ്ങളിലായിരിക്കും, ഇത് കേന്ദ്രീകരിച്ചായിരിക്കും പോലീസിന്റെ അന്വേഷണം. അതുകൊണ്ടാണ് ഈ CCTV ദൃശ്യം ഈ കേസ് അന്വേഷണത്തിൽ നിർണായകവും പ്രസക്തവുമായ ദൃശ്യമായി മാറുന്നത്. ഷഫീദ്, അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ സമയത്ത്, അതായത് 4 മണിക്കും 5:30ക്കും ഇടയിൽ ആ വീട്ടിലുണ്ടായിരുന്നത് മകന്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റ് പിടയുന്ന മാതാവ് മാത്രമാണെങ്കിൽ അനിയൻ ആ സമയത്ത് എവിടെ പോയി എന്നത് പോലീസിനെ കുഴയ്ക്കുന്ന ഒരു കാര്യമാണോ? ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷമാണോ അനിയനെ കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിലേക്കാണോ ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ചെന്ന് എത്താൻ കഴിയുന്നത്? പോലീസ് എത്രത്തോളം ഗൗരവത്തിൽ ഈ കാര്യങ്ങളെ പരിഗണിക്കുന്നുണ്ട്? ഗോപികൃഷ്ണൻ ചോദിച്ചത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ്. കാരണം 2 പ്രധാനപ്പെട്ട സംശയങ്ങളാണ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ ദൂരീകരിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്, എന്തായിരുന്നു ആ കൊലപാതകത്തിന്റെ ടൈം ലൈൻ? ആ ടൈം ലൈൻ സംബന്ധിച്ച് ഒരൊറ്റ CCTV ദൃശ്യം കൂടി ലഭിച്ചാൽ പോലീസ് ആ ടൈം ലൈൻ ലോക്ക് ചെയ്യും എന്നാണ് കഴിഞ്ഞ ദിവസവും ശ്യാം സുന്ദർ, ദക്ഷിണ മേഖല IG ആയിട്ടുള്ള ശ്യാം സുന്ദർ നമ്മളോട് പങ്കുവച്ച വിവരം. ആ അന്വേഷണ സംഘവും അതേ കാര്യം ഉറപ്പിക്കുന്നുണ്ട്. കാരണം ഇതുവരെയുള്ള ടൈം ലൈനിൽ 3:30 വരെയുള്ള അഫാന്റെ നീക്കങ്ങൾ പോലീസിന് വ്യക്തമാണ്. 3:30ക്കും 5:30ക്കും ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസിന് ഇന്നലെ കിട്ടിയ ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഉറപ്പായി. അതായത് 4 മണി മുതൽ 4:30 വരെയുള്ള സമയം പേരുമലയിലെ വീട്ടിൽ മരണശയ്യയിൽ കിടന്നിരുന്ന ഇയാളുടെ ഇയാളുടെ മാതാവായിട്ടുള്ള ഷെമി മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഇവരെ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടേക്കുന്ന, തലക്കടിച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിട്ടേക്കുന്ന. അപ്പോഴും അഫാന്റെ ധാരണ മാതാവ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്.
4 മണിക്കും 4:30ക്കും ഇടയിലുള്ള നിർണായകമായ സമയത്ത് ഫർഹാനയെ വീട്ടിലെത്തിക്കുന്ന അഫാൻ ആ കൊലപാതകം നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തു. കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് ഫർഹാനയെ മുറിക്കുള്ളിലാക്കിയ ശേഷം അടിച്ചു കൊലപ്പെടുത്തുന്നു. അപ്പോൾ ആ സമയത്ത് 4നും 4:30ക്കും ഇടയിൽ അനുജൻ ആ വീട്ടിലില്ല, സഹോദരൻ അഫ്സാൻ ആ വീട്ടിലില്ല എന്നുള്ള കാര്യം ഇന്നലത്തെ CCTV ദൃശ്യത്തിൽ നിന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈം ലൈൻ ഏതാണ്ട് ലോക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. കാരണം 3:30ക്ക് മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഫർസാന ഏതാണ്ട് 3:45 അല്ലെങ്കിൽ 3:50 വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് അഫാനെ കണ്ടുമുട്ടുന്നു. അവിടെ നിന്ന് ബൈക്കിൽ അഫാൻ നേരെ പോകുന്നത് വീട്ടിലേക്കാണ്. ആ വീട്ടിലേക്കെത്തി എവിടെയെങ്കിലും ഫർസാനയെ മാറ്റി നിർത്തിയ ശേഷം അനുജനെ പേരുമല ജംഗ്ഷനിലേക്ക് കൊണ്ടുപോയി ഓട്ടോറിക്ഷയിൽ കയറ്റി ഭക്ഷണം വാങ്ങാൻ വിട്ടതാണോ എന്നുള്ള കാര്യം പോലീസ് ഇന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അങ്ങനെ വിട്ട് ആ സഹോദരനെ അവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം 4 മണിക്കും 4:30ക്കും ഇടയിലുള്ള സമയം ഈ കൊലപാതകം ഫർസാനയെ കൊലപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് എത്തുന്നു. 4:50 ഈ ഭക്ഷണം വാങ്ങാൻ വേണ്ടി, അതായത് അഫാൻ ഒഴിവാക്കിയ സഹോദരൻ ഭക്ഷണം വാങ്ങി തിരികെ വീട്ടിലേക്ക് എത്തുന്നു. 4:50 ശേഷം 5:30 വരെയുള്ള സമയത്തിനിടയിൽ എപ്പോഴോ ഈ അനുജനെ വീട്ടിനകത്തേക്ക് കയറ്റി അഫാൻ കൊലപ്പെടുത്തി. ഇതാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്ന കാര്യം. ആ ടൈം ലൈൻ ഏതാണ്ട് ലോക്ക് ചെയ്യുന്ന അവസാന ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത് രണ്ടാമത്തെ കാര്യം എന്താണ്, ഇത്രയും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊരു ആസൂത്രിത സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് പോലീസിന് ധാരണയുണ്ടാക്കാം. അങ്ങനെ ധാരണയുണ്ടായാൽ സ്വാഭാവികമായും ആ ആസൂത്രണം എത്ര ദിവസം കൊണ്ട് നടപ്പാക്കി, വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടായ ഒരു ക്രൈമാണോ, ഒരു കൂട്ടക്കൊലപാതകം ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടായതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് മറുപടി ലഭിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ് എന്നുള്ള കാര്യത്തിലേക്ക്, അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് പോലീസിന് എത്താനും കഴിയും. ഇതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി പാലിക്കുന്ന. ശരി ഷഫീർ, അതായത് ഇതിന്റെ ടൈം ലൈൻ പോലീസിന് ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട്. 4നും 5:30ക്കും ഇടയിൽ അനിയനെ വീട്ടിൽ നിന്ന് മാറ്റി ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം വീണ്ടും അനുജനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊല ചെയ്യുകയായിരുന്നു. ഈ കാര്യങ്ങളിലാണ് പോലീസിന് ഇനി ഒരു നിശ്ചയമായ ഒരു വിവരം ലഭിക്കാനുള്ളത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടൈം ലൈൻ പോലീസ് ലോക്ക് ചെയ്യും. ഇനി അറിയാനുള്ളത് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ, മോട്ടീവ് എന്തായിരുന്നു എന്നതാണ്. 23-കാരനായ അഫാന് ഇത്രയും വലിയ ഒരു കൊലപാതക പരമ്പര നടത്താൻ ഇടയാക്കിയ സാഹചര്യം, അയാളുടെ മനോനില, ഇതുകൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിച്ചത്, എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് അയാൾ ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളിൽ പോലീസിന് അന്വേഷണത്തിലൂടെ വെളിച്ചം വീശാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആ ദിശയിലേക്കാണ് അന്വേഷണം പോകുന്നത്. അതിനിടയിലാണ് ഫർസാന എന്ന ഈ അഫാന്റെ കാമുകിയായ അല്ലെങ്കിൽ പെൺസുഹൃത്തായ ഫർസാന വീട്ടിൽ നിന്ന് മുക്കന്നൂരിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് 3:30 നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ, അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഈ അന്വേഷണത്തിലെ നിർണായകമായ ഒരു തെളിവായി മാറാൻ പോവുകയുമാണ്.